ഹലോ കൂട്ടുകാരെ, ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾക്ക് ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞ ഒരു ലേബൽ നമ്മളുടെ അവേക്കനിങ് ജേർണിയിൽ, അതിപ്പോൾ ഡിവൈൻ ഫെമിനൈൻ ആയിരിക്കും കൂടുതലായിട്ടും ഈ ഒരു ജേർണീനെ ആദ്യമേ തിരിച്ചറിയുന്നതും ഹീലിംഗ് വർക്ക് ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു ലേബലിൽ ഇരുന്നു കൊണ്ട് കോൺഷ്യസ്ലി അൺകോൺഷ്യസ്ലി ആ ഒരു ലേബലിലേക്ക് സ്ട്രക്ക് ഓൺ ആയിക്കൊണ്ട് തന്നെ ആ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളിലേക്ക് എത്രത്തോളം നമ്മൾ സബ് കോൺഷ്യസ്ലി സ്റ്റക്കായി ഈ ജേർണീനെ സെയിം ലൂപ്പിൽ അല്ലെങ്കിൽ സെയിം പാറ്റേണിൽ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ആക്ച്വലി ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ജേർണിയിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും ഈ ഒരു ജേർണി എന്താണെന്ന് പോലും അറിയില്ല. അതായത് ഒരു 3Dയിൽ നിന്നും തേർഡ് ഡയമെൻഷണൽ പ്ലെയിനിൽ നിൽക്കുന്ന ഒരു ലൈഫിൽ നിന്നും പെട്ടെന്ന് നമ്മൾ അറിയുകയാണ്, നമ്മളെപ്പോലും അറിയാതെ നമ്മളൊരു ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്കാണ് വന്നിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെപ്പോഴും നമ്മളുടെ ജേർണിയിൽ അറിഞ്ഞോ അറിയാതെ ഒരു എക്സ്പെക്റ്റേഷൻ്റെ എനർജി, അതായത് ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ് അതർ പേഴ്സൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്ന ആൾ നമ്മളുടെ ലൈഫിൽ 3Dയിൽ ഒരു പ്രസൻസ് എപ്പോഴെങ്കിലുമൊക്കെ കാണും എന്നുള്ള ഒരു രീതിയിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോഴായിരിക്കുമല്ലോ അറ്റ്ലീസ്റ്റ് ആ ഒരു ചെറിയ സെപ്പറേഷൻസ് കഴിയുമ്പോൾ ഒരു മെസ്സേജ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കോൾ വരുമ്പോൾ നമ്മൾക്ക് ഓക്കെ ഇതൊരു യൂണിയൻ ആണെന്നൊക്കെ ഫീൽ ആയിക്കൊണ്ട് മുമ്പോട്ട് പോകും. എഗെയിൻ അവിടെ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്, അതായത് അത് നമ്മളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് ആണെങ്കിൽ പോലും നമ്മൾക്ക് ആ ഒരു ഫേസ് എന്ന് പറയുന്നത് അത്രയും പെയിൻഫുള്ളുമായിരിക്കും. ആൻഡ് ഈവൻ നമ്മളുടെ കൗണ്ടർ പാർട്സിനും അത് പെയിൻഫുള്ളായിരിക്കും. കാരണം അവർ പോലും അറിയാതെ ഡിവൈൻ അവരിലൂടെ നമ്മളിലുള്ള അൺഹീൽഡ് വേർഷനെ കാണിച്ചു തരാനായിട്ട് അല്ലെങ്കിൽ ആ ട്രിഗേഴ്സ് അവരിലൂടെ തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ജേർണിയിൽ വർക്ക് ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെ ഈ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന ലേബൽ നമ്മളിലേക്ക് അത്രയും അഗാധത്തിൽ അല്ലെങ്കിൽ ആഴങ്ങളിലേക്ക് നമ്മളങ്ങ് എടുക്കും ഇൻ ദ സെൻസ് ഞാൻ ഈ ഒരു ജേർണിയിലാണ് എന്നുള്ളത് ആദ്യത്തെ പ്രയോറിറ്റി ആയി അവിടുത്തെ ലൈഫിൽ. ഓഫ് കോഴ്സ് നമ്മളൊക്കെയും ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ്, ഇത് പ്രയോറിറ്റി തന്നെയാണ് നമ്മളുടെ ലൈഫിൽ. ട്വിൻ ഫ്ലെയിം ജേർണിയാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി. എന്നാൽ അതിനേക്കാളും ഉപരിയായിട്ട് മനസ്സിലാക്കേണ്ടത് ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ അവേക്കനിങ് ജേർണി മാത്രമാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മളൊക്കെയും ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ഇൻറ്റൻഷൻ എന്തായിരിക്കണം? ആദ്യത്തെ കാര്യം, ഞാൻ സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിലാണ് എന്നുള്ളതായിരിക്കണം. എന്ന് വെച്ച് നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലല്ല എന്നല്ല അതിൻ്റെ മീനിങ്. നമ്മളുടെ കൗണ്ടർ പാർട്ട് നമ്മളുടെ ട്വിൻ ഫ്ലെയിം അല്ല എന്നല്ല, അവരെ അവയ്ക്കാനാവില്ല എന്നല്ല, നമ്മളൊരു യൂണിയനിൽ വരില്ല അല്ല. പക്ഷേ നമ്മൾ ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ് എന്നും കൂടുതലായിട്ട് അതിലേക്കൊരു എനർജി കൊടുത്തുകൊണ്ട് ആ വേർഡിനെ കൂടുതലായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ പോകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന നമ്മളുടെ കൗണ്ടർ പാർട്ടിലേക്ക് നമ്മൾക്ക് കൂടുതലായിട്ടൊരു എക്സ്പെക്റ്റേഷൻ വരും. അത് സബ് കോൺഷ്യസ്ലി വരും. അറിഞ്ഞോ അറിയാതെയോ യൂണിയന് വേണ്ടി ഒരു എക്സ്പെക്റ്റേഷൻ വരും. ഇവിടെ ഡിറ്റാച്ച് ആവാൻ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ട്വിൻ ഫ്ലെയിം ജേർണി ഒരു സ്പിരിച്വൽ അവേക്കനിങ് ജേർണി ആണെങ്കിൽ ഈ ഒരു ജേർണിയിൽ നമ്മളുടെ ഹോൾനെസ്സിലേക്കാണ് വരുന്നത്. ആരാണോ വർക്ക് ചെയ്യുന്ന ആ ഒരു ട്വിൻ ഫ്ലെയിമിൻ്റെ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് അവരുടെ ഹോൾനെസ്സിലേക്ക് വരിക. അത് കഴിഞ്ഞ് അവരുടെ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്ന ആൾ അവർ 3D കാർമിക് ട്രിഗേഴ്സിലൂടെ 3D കാർമിക് ക്ലിയറൻസുകളിലൂടെ അവരുടെ ലെസൺസ് പഠിച്ചുകൊണ്ട് അവരൊരു ബാലൻസ്ഡ് എനർജിയിൽ വന്ന് അവരും സറണ്ടർ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ യൂണിയൻ നടക്കത്തുള്ളൂ. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, 1 വർഷത്തിൽ യൂണിയൻ നടക്കുമോ, 2 വർഷത്തിൽ നടക്കുമോ, എനിക്കൊരു ടൈം ലൈൻ പറഞ്ഞു തരാമോ എന്നൊക്കെ കൗൺസിലിങ്ങിൽ ചോദിക്കുന്ന സോൾസ് ഉണ്ട്. അവരോട് മേ ബി വളരെ ഇനിഷ്യൽ സ്റ്റേജിൽ വരുന്ന ഒരു ഡൗട്ടായിരിക്കാം ഇത്. അല്ലെങ്കിൽ കുറച്ചിങ്ങോട്ട് വരുമ്പോൾ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടും വർക്ക് ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് ഇടയ്ക്കൊക്കെയും ഒരു
ഡിസപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു നിരാശ നമുക്ക് തോന്നും വർക്ക് ചെയ്ത് വരുമ്പോൾ. നമ്മൾ ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ ഹീലാവുന്നൊക്കെ ഉള്ള ഒരു എക്സ്പെക്റ്റേഷൻസിലേക്ക് നമ്മൾ അൺഎക്സ്പെക്റ്റഡ്ലി പോവും. സോ ആ ഒരു ലേബിളിനെ ഓക്കെ ഇത് ട്വിൻ ഫ്ലെയിം ജേർണി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുക. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഞാനൊരു സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിലാണ്. ഈ ഒരു ജേർണി എന്ന് പറയുന്നത് ഇത് എൻ്റെ അവേക്കനിങ്ങിനാണ്, അല്ലാതെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ വരുമോ ഇല്ലയോ എന്നുള്ളത് അത് ദൈവത്തിൻ്റെ ഇഷ്ടം. അതെൻ്റെ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ അത് വന്നോട്ടെ, നാച്ചുറലായിട്ട് വന്നോട്ടെ എന്നുള്ള ഒരു അഫർമേഷൻ എന്നും കൊടുക്കുകയാണെങ്കിൽ എഗെയിൻ ഇവിടെ നമ്മളൊരു സെപ്പറേഷൻ കോൺഷ്യസ്നെസ് അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു എനർജിയാണ്. അത് സെയിം എനർജറ്റിക്കൽ ബ്ലൂ പ്രിൻ്റാണ് അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു ബോഡിയിലും ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു യൂണിറ്റി കോൺഷ്യസ്നെസ്സിലേക്ക് നമുക്ക് വരണമെങ്കിൽ ആദ്യം നമ്മളിൽ കംപ്ലീറ്റ് ആയിരിക്കണം. നമ്മളുടെ ആ ഒരു ഹോൾനെസ്സിനെ നമ്മൾ ഫീൽ ആവണം. നമ്മളുടെ ആ ഒരു ഫ്രീഡം എന്നതിനേക്കാളും അവിടെ കുറച്ചുകൂടെ ആപ്റ്റായിട്ടുള്ള ഒരു വേർഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബ്ലിസ്ഫുൾനെസ് നമ്മൾ ഫീൽ ആകുമ്പോൾ നമ്മളുടെ ട്വിൻ ഫ്ലെയിമിനെ നമ്മൾക്ക് ഹാർട്ട് ചക്രയിൽ ഫീൽ ആവാൻ പറ്റും. ഇവിടെ ഈ ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആ ഒരു ബോഡിയിലുള്ള നമ്മൾക്ക് 3Dയിൽ വേണമെന്ന് ഒരു ആഗ്രഹവും, അതായത് അവിടെ നമ്മളുടെ ആ ഒരു ഡിസയറിനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുകയാണ്. എന്നാൽ എല്ലാ ട്വിൻ ഫ്ലെയിംസിനും മേ ബി ഒരു യൂണിയൻ എന്ന് പറയുന്നത് ഒരു വിഷായിരിക്കും. കാരണം അവർക്ക് പല ജന്മങ്ങളായിട്ട് ഈ ഒരു ജേർണിയിലായിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു 5D യൂണിയൻ 3D യൂണിയൻ അതായത് സോൾ കോൺട്രാക്ട്സിൻ്റെ അനുസരിച്ച് എല്ലാവരും 5D യൂണിയനിൽ മാത്രം അവിടെ വരെ മാത്രമല്ല, കുറച്ച് സോൾസ് 3D യൂണിയൻ വരെയും വരുന്ന സോൾസൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്താണ് ആ വിഷ് ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ ആ വിഷ് എന്ന് പറയുന്നത്? നമ്മൾക്ക് ദൈവത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൻ്റെ മുമ്പിൽ നമ്മൾക്ക് പറഞ്ഞുകൊണ്ട് അതിനെ സറണ്ടർ ചെയ്യാനുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പം കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായിരിക്കും എന്നാണ് ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം നമ്മൾ ട്വിൻ ഫ്ലെയിം ആണെന്ന് വിചാരിക്കുമ്പോൾ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ ഞാൻ തന്നെയാണെന്ന് വിചാരിക്കുമ്പോൾ അതെൻ്റെ എനർജി തന്നെയാണെന്ന് മനസ്സിലാക്കുമ്പോഴും അവരുടെ ആക്ഷൻസ് എന്ന് പറയുന്നത്, കാരണം അവർക്കൊരു മൈൻഡുണ്ട്, അവർക്കൊരു ബോഡി കൊടുത്തിട്ടുണ്ട്. കാരണം ഇൻഡിവിജ്വലായിട്ടുള്ള ഹീലിംഗ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകാനായിട്ടാണ് ഈ 2 ബോഡീസിൽ നമ്മൾ ഇൻകാർണേറ്റ് ആയിട്ടുണ്ട് ഉള്ളത്. അപ്പോൾ ആ ഒരു ആക്ഷൻസിൻ്റെ റിയാക്ഷനായിട്ട് നമ്മൾക്ക് ഇമോഷണലി നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യുക, അറിഞ്ഞോ അറിയാതെയോ. എഗെയിൻ ഇത് നമ്മളുടെ ഹീലിംഗ് ജേർണീനെ അറിഞ്ഞോ അറിയാതെയോ എഫക്റ്റ് ചെയ്യും. ഫസ്റ്റ് നമ്മളത് ഈഗോയിലേക്ക് വരും, എങ്ങനെയാണെങ്കിലും ഞാനിത് മുമ്പോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ അവർ ശരിക്കും തരുന്ന ട്രിഗർ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു അൺഹീൽഡ് വേർഷനിലേക്ക് വെളിച്ചം വീശുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ലിബറേഷന് അവർ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അത്രയും ഒരു അൺകണ്ടീഷണൽ ലെവലിൽ മുമ്പോട്ട് പോയിട്ട് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളോട് ഡിറ്റാച്ച് ആയിക്കൊണ്ട് ഒരു വൺനെസ് എനർജിയിലേക്ക് വരാനായിട്ട് നമ്മൾക്ക് ഈ ഒരു ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈനിനെ കുറച്ചുകൂടെ സറണ്ടർ ചെയ്തിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഹെൽപ്ഫുൾ ആണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഹെൽപ്ഫുള്ളാണെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട് ആൻഡ് റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ നാളെ തൊട്ട് ക്രിസ്റ്റൽ ഹീലിങ്ങിൻ്റെ ക്ലാസ് സ്റ്റാർട്ടാവുന്നതാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്കും വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഫെബ്രുവരി 26-ാം തീയതി തൊട്ട് ലാമ ഫെറയുടെ ക്ലാസ്സസ്, അത് ബേസിക് തൊട്ട് അഡ്വാൻസ് ലെവൽ വരെയുള്ള ക്ലാസ്സസ് സ്റ്റാർട്ടാവുന്നതാണ്. 45 ഡേയ്സിൻ്റെ കോഴ്സായിരിക്കും. അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.